സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയിൽ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ മകൾ ഭാഗത്തെ ഓർത്ത് സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാൽ പകലുള്ള മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. കാലുകളിൽ തട്ടാതെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണീരിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിനെ ഇന്ന് രാത്രി നമ്മൾ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തുതിപ്പാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ ഒരു സാന്നിധ്യവുമായി ആമേൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിനെ രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തോടടുത്തിരിക്കുന്ന ഈ രാത്രിയെ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായ സ്തോത്രം. ഈ മാസത്തിന്റെ പ്രാരംഭം കൊണ്ട് പലരും ഈ അവസാന ദിവസങ്ങൾ കാണാൻ കഴിയാതെ മരണം വഴിയായ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകരെ വിവിധമാകുന്ന വിഷയങ്ങൾക്കകത്ത് തകർന്നു പോയപ്പോൾ, തകർക്കുന്നവരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ കടന്നു വരുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. രോഗികളായ, ദുഃഖിതരായ, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലുമായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ശുശ്രൂഷിപ്പാനാടിയെ ശക്തീകരിക്കണം, ജനത്തെ ഒരുക്കണം, മഹത്വമെല്ലാം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടകനായ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. നാം ആമേൻ ദൈവത്തിൽ നിന്നും വളരെ ദൂരെ ആയി പോയോ എന്ന് ആമേൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആരെങ്കിലും ദൂരെയായി പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഉള്ളിൽ തകർന്നിരിക്കുകയാണോ? ആരും അറിയാത്ത ഒരു പോരാട്ടം അതേ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് രാത്രി ആമേൻ ദൈവം അതേ നിന്നോടായി പറയുന്നു, നീ എവിടെയായാലും ഞാൻ നിന്നെ തേടിയെത്തും. ഹല്ലേലൂയ. അതേ ഇന്ന് രാത്രി ദൈവം നമ്മുടെ കാതുകളിൽ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് തിരിഞ്ഞു വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ വരികൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ പാട്ട് ശ്രവിക്കുമ്പോൾ നിന്റെ ഹൃദയം തുറക്കൂ, ദൈവം നിന്നെ സ്പർശിക്കും. ഹല്ലേലൂയ. ഇത് കേൾക്കേണ്ടത് ആമേൻ ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആമേൻ തിരിഞ്ഞു വരണമേ. എൻ ഹൃദയമേ, തെറ്റിപ്പോയ വഴിയിൽ ആമേൻ നീ പോകല്ലേ. ആമേൻ. അതേ കണ്ണീർ മറിച്ചിടുന്ന വേദനയിൽ കർത്താവിൻ ശബ്ദം കേൾക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ശബ്ദം കാതോർക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. തിരിഞ്ഞു വരേണമേ എൻ ഹൃദയമേ, കിട്ടിപ്പോയ വഴിയിൽ നീ പോകല്ലേ.
കണ്ണീർ മറച്ചിടുന്ന വേദനയിൽ കർത്താവിൻ ശബ്ദം കേൾക്കൂ. ദൂരെയായി പോയാലും നീ ദൈവം നിന്നെ മറക്കില്ലേ. വീണുപോയ നിമിഷങ്ങളിൽ കൈപിടിച്ചുയർത്തും അവൻ. ബന്ധനങ്ങൾ നിന്നെ പിടിച്ചാലും സ്നേഹം നിന്നെ വിടുതൽ നൽകും. ഇന്ന് തന്നെ നീ തിരിഞ്ഞു വരേ. ജീവൻ പുതുതായി ആരംഭിക്കും. നിന്റെ കഥയവസാനമല്ല. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. തിരിഞ്ഞു വരൂ ഇന്നുകൾ നീ. കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ദൈവം ആഗ്രഹിക്കുന്നു നാം തിരിഞ്ഞു വരണമെന്ന്, നാം മടങ്ങി വരണമെന്ന്. ഹല്ലേലൂയ ആമേൻ. അതെ, അങ്ങനെ മടങ്ങി വരുന്നവർക്കായി ഇന്ന് തന്നെ കൃപയുടെ വാതിൽ ദൈവം തുറക്കുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ജീവിക്കുന്ന ലോകം വളരെ അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ ആമേൻ. അത് പുറത്ത് കാണുന്നത് പുരോഗതിയാണ്, അല്ലെ? നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ആമേൻ അത് ഒത്തിരി പുരോഗമനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ ആമേൻ തകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതേ, ബന്ധങ്ങൾ തകർന്നു പോകുന്നു. ഹല്ലേലൂയ. അതേ, യുവതലമുറ ആശയ കുഴപ്പത്തിൽ ആമേൻ ആത്മീയത നശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് ആമേൻ ദൈവം ഒരു വാക്ക് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിപ്രകാരമാണ് തിരിഞ്ഞു വരിക. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു സാധാരണ ആമേൻ ക്ഷണമല്ല, ആമേൻ ഇതൊരു അവസാന മുന്നറിയിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ആമേൻ ദൈവസന്നിധിയിൽ വായിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം ഹല്ലേലൂയ ആമേൻ വളരെ നമുക്ക് സുപരിചിതമായ ആമേൻ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ നാം വായിച്ചിട്ടുള്ള ആമേൻ ദൈവവചനമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കാനിടയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമേ, എന്റെ ജീവിതത്തോട് ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ അതേ ഹൃദയങ്ങളെ അറിഞ്ഞ് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകും. ഭാരത്തോടായിരിക്കുന്ന ജീവിതങ്ങളോട്, വേദനയോടായിരിക്കുന്ന ജീവിതങ്ങളോട്, പ്രതികൂലങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യമാണ്. ഹല്ലേലൂയ. വേഗത്തിൽ ഒന്ന് വായിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം ആമേൻ 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തം അല്ലോ നീ വീണിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അകൃത്യം നിമിത്തം അല്ലോ നീ വീണിരിക്കുന്നത്. ഹല്ലേലൂയ.
Praise the Lord. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയിലേക്ക് എന്ത് ചെയ്യുക? മടങ്ങി വരിക, തിരിഞ്ഞു വരിക. നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് നീ വീണിരിക്കുന്നു. Praise the Lord. പ്രിയ ദൈവജനമേ, ഹോശേയ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഇതൊരു സാധാരണ സന്ദേശമല്ല. ഇത് ദൈവത്തിന്റെ തകർന്ന ഹൃദയത്തിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. അതെ, നമുക്കറിയാം ഹോശേയാവ് ഒരു പ്രവാചകനായിരുന്നു. പക്ഷെ ദൈവം അവനെ ഉപയോഗിച്ച രീതി വളരെ വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. മറ്റു പ്രവാചകന്മാരെ പോലെ ആയിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ ഹോശേയാവിനെ ദൈവം ഉപയോഗിച്ചിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറ്റുള്ളവരെ പോലെ ആയിരിക്കുകയില്ല ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നത് പോലെ, മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് പോലെ, മറ്റുള്ളവർ പാടുന്നത് പോലെ പാടുവാനല്ല, പ്രസംഗിക്കുവാനല്ല അതെ ഹോശേയാവിനെ ദൈവം വേർതിരിച്ചത്. യു ആർ ഡിഫറന്റ്. നീ ഒരു വ്യത്യസ്തനാണ്. കർത്താവിന് വേണ്ടി ആരോ ചെയ്യുന്നത് പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയി ചെയ്യുവാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നതാ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതാ. നിന്നെ വിളിച്ച ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ദൈവത്തിന്റെ ആ ഹൃദയത്തിന്റെ നിലവാരം അനുസരിച്ച് മൂവ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായി ഈ കാലഘട്ടങ്ങളിൽ, ഈ തലമുറയിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറ്റാർക്കുമില്ലാത്ത ചില വേദന, മറ്റാർക്കുമില്ലാത്ത ചില പ്രശ്നങ്ങൾ, മറ്റാരുടെയും ജീവിതത്തിൽ നേരിടാത്ത ചില തിക്ത അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നീ അത് നിമിത്തം ഒതുങ്ങി പോകരുത്. മറ്റു പ്രവാചകന്മാരെ പോലെ ആയിരുന്നില്ല ഹോശേയാവിനെ ദൈവം ഉപയോഗിച്ചത്. ഹല്ലേലൂയ. അതെ, ദൈവം അവനെ ഉപയോഗിച്ച രീതി വളരെ വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കുടുംബം തന്നെ ഒരു പ്രവചനമായി മാറി. കാരണം ദൈവം കാണിക്കാൻ ആഗ്രഹിച്ചത് ഇതാണ്. ഹല്ലേലൂയ. എന്താണെന്ന് അറിയണ്ടേ? ഹോശേയാവിന്റെ ജീവിതത്തിലൂടെ, അവന്റെ കുടുംബത്തിലൂടെ, അവന്റെ ഭാര്യയിലൂടെ, അവന്റെ തലമുറകളിലൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവജനമേ, നാം അത് തിരിച്ചറിയണം, നാം അത് മനസ്സിലാക്കണം. ദൈവം എന്താണ് ചെയ്യുവാൻ ആഗ്രഹിച്ചത്? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവം എന്താണ് ആ കാലഘട്ടങ്ങളിൽ അതേ ഹോശേയാവിലൂടെ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. അവിടുത്തെ സമയത്ത് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനായി സമർപ്പിക്കപ്പെടുന്ന ആരുണ്ട് വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിന് വിചാരകനാക്കി തീർക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അതെ, അവന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായിട്ട് എന്ത് ചെയ്തു? മാറി. ഹല്ലേലൂയ. അവന്റെ കുടുംബം തന്നെ ഒരു പ്രവചനമായി മാറി. കാരണം ദൈവം കാണിക്കാൻ ആഗ്രഹിച്ചത് ഇതാണ്: വിശ്വാസമില്ലാത്ത ജനത്തോടുള്ള തന്റെ വേദന. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന. ഹല്ലേലൂയ. ഹോശേയാവിലൂടെ ദൈവം തന്റെ ജനത്തിന് വെളിപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. തന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് നീ വീണിരിക്കുന്നു. ഇവിടെ ദൈവം വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ വീഴ്ചയ്ക്ക് കാരണം ശത്രുവല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാലഘട്ടങ്ങളിൽ ആയിരിക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുകയാണ്, നിന്റെ വീഴ്ചയ്ക്ക് കാരണം ശത്രുവല്ല, നിന്റെ പരാജയത്തിന് കാരണം ശത്രുവല്ല, നിന്റെ നഷ്ടത്തിന് കാരണം ശത്രുവല്ല, നിന്റെ വേദനയ്ക്ക് കാരണം ശത്രുവല്ല. പിന്നെ ആരാ? ഹല്ലേലൂയ. നിന്റെ തന്നെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്.
ഇത് കേൾക്കാൻ അവൻ ആർക്കും ഇഷ്ടമല്ല. അവൻ ഇത് കേൾക്കുമ്പോൾ പലരും അവൻ ലെഫ്റ്റ് അടിച്ചു പോകും. ഹല്ലേലൂയ. ഒരിക്കൽ അവൻ രാജാവ് കോപിതനായി. അവൻ നാഥാൻ പ്രവാചകൻ കയറി ചെന്ന് പറഞ്ഞതെന്താ? ഹല്ലേലൂയ. അവൻ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ ഒരു ആടിനെ പിടിച്ച് കൊന്നു അല്ലേ? ഹല്ലേലൂയ. അവൻ രാജാവിന് കോപമായി. ആ മനുഷ്യൻ നീ തന്നെ. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, അവൻ പ്രവാചകനിലൂടെ സ്വർഗ്ഗത്തിലെ ദൈവം, അവൻ ദൈവത്തിന്റെ വേദനയും ദൈവത്തിന്റെ സ്നേഹവും ഒരുപോലെ അത് പ്രകടിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഹോശേയാവെന്ന പ്രവാചകനിലൂടെ, തന്റെ കുടുംബത്തിലൂടെ, തന്റെ ജീവിത പങ്കാളിയിലൂടെ, തന്റെ മക്കളിലൂടെ ഈ തലമുറയിലും ദൈവത്തിന്റെ തലമുറയെ അവൻ ഉപയോഗിക്കുവാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ ജീവിത പങ്കാളിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ, മറ്റുള്ളവർ കടന്നു പോകുന്നതിനേക്കാൾ വ്യത്യസ്തമായ ചില തിക്ത അനുഭവങ്ങളിലൂടെ, ചില വേദനകളിലൂടെ, ചില പ്രതികൂലങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ദൈവം നിന്നെ കടത്തിവിടും. പലരും നിന്നെ ചോദ്യം ചെയ്യാം, പലരും നിനക്കെതിരെ വിരൽ ചൂണ്ടാം, പലരും നിന്നെ ആക്ഷേപിക്കാം, പലരും നിന്നെ വിമർശിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഹോശേയാവിലൂടെ ദൈവം ആ കാലഘട്ടങ്ങളിൽ ജനത്തോട് പറയുകയാണ്, നിന്റെ തന്നെ പാപമാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീഴ്ചയ്ക്ക് കാരണം ശത്രുവല്ല, നിന്റെ തന്നെ പാപമാണ്. ഇത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ല. ആമേൻ. ഇങ്ങനെയുള്ള സന്ദേശം കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്കത് ഇഷ്ടമാകില്ല, പക്ഷേ ഇത് സത്യമാണ്. ഹല്ലേലൂയ. ആഴത്തിൽ നോക്കിയാൽ പാപം ഒരിക്കലും നേരിട്ട് നാശം കൊണ്ടുവരുന്നില്ല. ഹല്ലേലൂയ. അത് ആദ്യം മധുരമായി തോന്നും, ആകർഷകമായി തോന്നും. ആമേൻ. പക്ഷെ പിന്നീട് അത് ബന്ധനമാകും. ആമേൻ. പിന്നെ അത് നാശത്തിലേക്ക് നയിക്കും. ആമേൻ. ഇനി മറ്റൊരു സത്യം കൂടെ പറയാം. ആമേൻ. ദൈവത്തിൽ നിന്ന് ആമേൻ ദൂരമാകുന്നത്, ആമേൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, ഹല്ലേലൂയ, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പതിയെ പതിയെ, ആമേൻ. എങ്ങനെ സംഭവിക്കുന്നതാ? പ്രാർത്ഥന കുറയും, ആമേൻ, വചന വായന കുറയും, ആമേൻ. പിന്നീട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ വിചാരിക്കും, ആമേൻ, എന്ത് വിചാരിക്കും? എനിക്ക് ഒരു പ്രശ്നവുമില്ല, ആമേൻ, എനിക്കൊന്നിനും പ്രശ്നമില്ല. പക്ഷേ ആമേൻ, വിശുദ്ധ ബൈബിൾ എന്താ നമ്മോട് പറയുന്നത്? ആമേൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനിലൂടെ രചിച്ച സദൃശവാക്യം, ആമേൻ, അതെ 14-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ ആമേൻ ഒരു മുന്നറിയിപ്പ്, ആമേൻ, അതെ ദൈവം ആമേൻ തന്റെ ജനത്തിന് നൽകുകയാണ്. ഇന്ന് രാത്രി ചില ജീവിതങ്ങൾക്ക് ചില മുന്നറിയിപ്പ് ദൈവം നൽകുകയാണ്, ചില വാണിംഗ് നൽകുകയാണ്. ആമേൻ. എനിക്കൊരു കുഴപ്പവുമില്ല, ഇങ്ങനെയൊക്കെ പോയാലും തട്ടി മുട്ടി എന്റെ കാര്യമൊക്കെ നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു പോകുന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ വേദനയെ, തന്റെ സ്നേഹത്തെ അത് പ്രകടിപ്പിക്കുന്ന രാത്രിയാണ്, വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. മടങ്ങി വരിക. ഹല്ലേലൂയ. തിരിഞ്ഞു വരിക. ആമേൻ. ഞാൻ നിന്നോട് കൃപ കാണിക്കും. ആമേൻ. ഞാൻ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതേ, മനുഷ്യന്റെ ആമേൻ ചിന്താഗതികളെ കുറിച്ച്, മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. അതെ, മനുഷ്യന് ചിലപ്പോൾ ആമേൻ ചില വഴി ശരിയെന്ന് തോന്നുന്നു. ആമേൻ. മനുഷ്യന് ശരിയെന്ന് തോന്നുന്ന വഴി ആമേൻ ഒടുവിൽ അത് മരണത്തിലേക്കാണ്. ഹല്ലേലൂയ. ആമേൻ. സമകാലിക സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ചില മാതാപിതാക്കളെ മറന്ന് ചില കുഞ്ഞുങ്ങൾ അവരുടെ ആ ചോരത്തളപ്പിൽ, അവരുടെ ആ ചെറുപ്രായത്തിൽ ആമേൻ അവർ വിവേകം കാണിച്ച് പലതും ചെയ്യാറുണ്ട്. ഒടുവിൽ അവർ ജീവിതം അവസാനിപ്പിക്കേണ്ടതായി വരുന്നു. ആമേൻ. ദൈവം കൊടുത്ത ആയുസ് ജീവിച്ചു തീർക്കാതെ അവർ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടതായി വരുന്നു. കാരണം എന്താ? ആമേൻ. ചിലപ്പോൾ മനുഷ്യന് അവന്റെ വഴി ശരിയെന്ന് തോന്നുന്നു. വായിച്ചാട്ടെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണവഴികളത്രേ.
മരണ വഴികളത്രേ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ തലമുറകളെ ശ്രദ്ധിച്ചേ. ഇന്ന് ജീവിതത്തിൽ പലരും പരാജയപ്പെടുവാൻ കാരണം, പലരുടെയും ജീവിതം അവസാനിപ്പിക്കുവാൻ കാരണം അവർ തെരഞ്ഞെടുക്കുന്ന വഴികളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ കാലഘട്ടം നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തിൽ മനുഷ്യൻ സോഷ്യൽ മീഡിയ പാപത്തെ സാധാരണമാക്കുന്നു. ഹല്ലേലൂയ. ഒരു ലക്ഷ്യവും ആമേൻ ഇല്ലാതെ കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പാപത്തെ വെളിപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ആമേൻ പോസ്റ്റുകൾ പ്രകടിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. തെറ്റായ ബന്ധങ്ങളെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവ ഭയം ഇല്ലാതാകുന്നു. ആമേൻ. ഇന്ന് നല്ലതെന്താണ്, തെറ്റ് എന്താണ് എന്നുള്ള ആമേൻ അതിർത്തി തന്നെ ഇല്ലാതാകുന്നു. ഹല്ലേലൂയ. പാപം ഇനി പാപം എന്ന് വിളിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ലൈഫ് സ്റ്റൈൽ ആയി മാറുന്നു. ആമേൻ. പാപം ആമേൻ മറയ്ക്കേണ്ട ഭാഗത്തെ മറയ്ക്കാതെ ആമേൻ നഗ്നതയെ വെളിപ്പെടുത്തിക്കൊണ്ട് ലജ്ജയില്ലാതെ കണ്ട് ആമേൻ പാപം ഇനി പാപം അല്ല എന്ന് വിളിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് അതൊരു ലൈഫ് സ്റ്റൈലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാൻ നിങ്ങളുമായി ഇരിക്കുന്നത്. പക്ഷെ ദൈവം ഇന്ന് നമ്മെ ഉണർത്തുന്നു. ആമേൻ. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലാകട്ടെ, ഇന്നത്തെ യുവതലമുറകളുടെ ഇടയിലാകട്ടെ, അതൊക്കെ ആമേൻ സർവ്വസാധാരണമായ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഇന്ന് രാത്രി ആമേൻ തലമുറകളെ ഉണർത്തുന്നു. നീ തിരിച്ചറിയണം, നീ സൂക്ഷിക്കണം. പ്രിയരെ, ഇതൊരു സാധാരണ സന്ദേശമല്ല, ഇതൊരു ദൈവീക വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഒരു തലമുറ വഴിതെറ്റുന്നു. ഹല്ലേലൂയ. ഒരു തലമുറ വഴി തെറ്റി പോകുന്നു. പക്ഷെ ദൈവം ഇപ്പോഴും വിളിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ ആ വിളി കേൾക്കുന്നുണ്ട്, ആ ശബ്ദം ശ്രവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ഞാനൊരു വിളി കേൾക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്റെ ജനമേ, നീ തിരിച്ചറിയൂ, നീ പോകുന്ന വഴി എവിടെയാണ്? ഹല്ലേലൂയ. ആമേൻ. എവിടെയാണ് നിന്നെ എത്തിക്കുന്നത്? ആമേൻ. എവിടേക്കാണ് നിന്നെ നയിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല, നമ്മെ എഴുന്നേൽപ്പിക്കുവാനാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, നീ എവിടെയാണെന്ന് പരിശോധിക്കൂ. നിന്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കൂ. കാരണം ആമേൻ വീഴ്ച പതിയെ തുടങ്ങും. ഹല്ലേലൂയ. പക്ഷേ മടങ്ങി വരുവ് ഒരു തീരുമാനത്തിൽ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നെങ്കിൽ ആമേൻ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഈ വചനം വെറും പഴയകാല ഇസ്രായേലിനുള്ളതല്ല. ഇത് ഇന്നത്തെ ആമേൻ തലമുറയ്ക്കുള്ള, നിന്റെ ജീവിതത്തോടുള്ള ദൈവത്തിന്റെ ആമേൻ ഇടപെടലാണ്. ആമേൻ ദൈവത്തിന്റെ നേരിട്ടുള്ള ചോദ്യമാണ്. ആമേൻ നിന്റെ ജീവിതം പ്രകാരമാണ്. ആമേൻ നിന്റെ ജീവിത സ്റ്റൈൽ എങ്ങനെയാണ്? ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ ലോക മനുഷ്യനെ പോലെ നീ എന്തോ ആയി തീരുവാനുള്ള വ്യഗ്രതയിൽ ഓടുകയാണോ? അതോ വിശുദ്ധ ബൈബിൾ നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു ആത്മീയ മനുഷ്യനെ പോലെ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുകയാണോ? ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടിയാണ് നിന്റെ സമയം ചെലവഴിക്കുന്നത്? നീ പ്രാർത്ഥന മനുഷ്യനായി മാറുവാനാണോ? നീ ഒരു അഭിഷക്തനായി മാറുവാനാണോ? ആമേൻ. നീ ഒരു ശുശ്രൂഷകനായി മാറുവാനാണോ? നിന്റെ ശബ്ദം കൊണ്ട്, നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ പ്രസംഗം കൊണ്ട് ആമേൻ ദൈവനാമം മഹത്വപ്പെടുവാൻ, ആമേൻ ക്രിസ്തുവേശുവിലുള്ള ഭാവം ഉള്ളവനായി, ഹോശേയാവിനെ പോലെ നീ ഒരു വ്യത്യസ്തനായി ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുവാനാണോ? ഹല്ലേലൂയ. അതോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആമേൻ അവരിൽ ഒരാളായി ഹല്ലേലൂയ നീ മാറ്റപ്പെടുവാനാണോ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. നീ എവിടെയാണ്? നീ എത്ര ആമേൻ ദൂരമാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്? ഹല്ലേലൂയ. നീ എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നു? വചനം പറയുന്നു, ദൈവത്തോട് അടുത്തു ചൊല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്നും അകറ്റുന്ന പാപം എന്ന ആ സ്വഭാവം, പാപം എന്ന ആ പ്രവൃത്തി ഇന്ന് രാത്രി ക്യാൻസലാക്കി ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ദൈവത്തോട് അടുപ്പിക്കും
പ്രവർത്തിക്കുന്ന ദൈവവചനത്തിന്റെ ആ ബന്ധനമില്ലാത്ത ശക്തി ഒന്ന് എന്നിൽ വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? ആമേൻ. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. സോറി, ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ച് എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? നഗ്നനെന്ന് ആർ നിന്നോട് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ദൈവം തന്നേക്കാൾ അല്പം മാത്രം ആമേൻ താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഈ ഭൂമിയിൽ ആക്കി വെച്ച ആമേൻ മനുഷ്യരെ വീഴ്ത്തിക്കളയുവാൻ ഉഴഞ്ഞു കയറിയ ദുഷ്ടപിശാച് അവരുടെ ഹൃദയത്തിനകത്ത് കൊടുത്ത ചിന്തയ്ക്കനുസൃതമായി അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവരെ അന്വേഷിച്ചു വന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് വിളിക്കുകയാണ്, ആദമേ നീ എവിടെയാ? ആദാമിനോട് ദൈവം ചോദിച്ച അതേ ചോദ്യം ആമേൻ ഇന്ന് രാത്രി ആമേൻ ഓരോ മനുഷ്യനോടും ദൈവം ചോദിക്കുന്നു. ആമേൻ ഓരോ കുടുംബത്തോടും ചോദിക്കുന്നു. ഹല്ലേലൂയ. നീ എവിടെയാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദമേ നീ എവിടെയാ? Thank you, Jesus. Glory to God, Jesus. ആദമേ നീ എവിടെയാണ്? എന്ന് ആമേൻ ആദമിനെ വിളിച്ചു ചോദിച്ചതുപോലെ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ ചിലരോട് ചോദിക്കും. ഹല്ലേലൂയ. ആദമേ നീ എവിടെയാണ്? ഈ ചോദ്യം ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി ആവർത്തിച്ച് ചോദിക്കുന്നു. ഓരോ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു. സ്ഥലം ചോദിക്കുന്നതല്ല, ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം ചോദിക്കുന്നത്. ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ നോക്കൂ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി സമയമില്ല. ആമേൻ. വചന വായന ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. പാപം പോലും സാധാരണ കാര്യമായി മാറി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എല്ലാം ശരിയെന്ന് ചിന്തിച്ച് എന്ന നിലപാടിൽ ആമേൻ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ചിരി, ജീവിതത്തിൽ പ്രകടനം, പക്ഷേ ഉള്ളിൽ ശൂന്യത, സമാധാനമില്ല, ആരും അറിയാത്തൊരു വേദന. സങ്കീർത്തനം 42:11 ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചാൽ ഹല്ലേലൂയ.
എന്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശരക്ഷയും അവൻ എന്റെ മുഖപ്രകാശരക്ഷയും മുഖപ്രകാശരക്ഷയും എന്റെ ദൈവമാകുന്നു. എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സ്തോത്രം. എന്റെ ആത്മാവേ നീ എന്തിന് ദുഃഖിക്കുന്നു? ഹല്ലേലൂയ. എന്റെ ആത്മാവേ നീ എന്തിന് ദുഃഖിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വളരെ ദുഃഖത്തോടെ, വളരെ വേദനയോടെ, വളരെ നിരാശയോടെ, വളരെ ആകുലതയോടായിരിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. ഹല്ലേലൂയ. ഇത് ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥയാണ്. ഇത് ഇന്നത്തെ മനുഷ്യന്റെ നിലവിളിയാണ്. അമ്മ, ഞാൻ ആത്മാവിൽ കാണുന്നു ഇവിടെ ചിലർ രഹസ്യ പാപങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു. അമേൻ. അവരുടെ ചിന്തകളിൽ പാപം, അവരുടെ നിരൂപണങ്ങളിൽ പാപം, രഹസ്യ പാപങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു. ആരും അറിയുന്നില്ല, പക്ഷേ ദൈവം അറിയുന്നു. ക്ഷമിക്കാത്ത ഹൃദയം, പഴയ വേദന ഇന്നും പിടിച്ചു നിൽക്കുന്നു. വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ അതേ ചില ജീവിതങ്ങളെ കുറിച്ച് കാണിക്കുന്നു. ഹല്ലേലൂയ. ആത്മീയ മരവിപ്പ്, ആത്മീയ തണുപ്പ്, ഒരിക്കൽ തീ പോലെ ഉണ്ടായ വിശ്വാസം ഇന്ന് ഇല്ലാതായിരിക്കുന്നു, ഇന്ന് തണുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പത്മോസിന്റെ ഏകാന്തതയിലായിരുന്ന യോഹന്നാനെ കർത്താവ് വിളിച്ചിട്ട് ആമേൻ തന്നിലൂടെ അതേ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ ഇപ്രകാരം അരുളി ചെയ്തത്, ഇപ്രകാരം സഭയോട് ഇടപെട്ടത് വായിച്ചു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. പ്രിയരെ, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇത് കുറ്റപ്പെടുത്തലിന്റെ സന്ദേശമല്ല, ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അതേ വിളിയാണ്. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഇടപെട്ടത് മടങ്ങി വരിക എന്ന്, തിരിഞ്ഞു വരിക എന്ന് ദൈവം പറയുന്നു. നീ എത്ര ദൂരെ പോയാലും, നീ എത്ര അകലെ പോയാലും, ഹല്ലേലൂയ, നീ എത്ര തവണ വീണാലും, ഹല്ലേലൂയ, നീ തിരിഞ്ഞു വരിക, ഞാൻ നിന്നെ സ്വീകരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 15-ാം അധ്യായത്തിനകത്ത് ആമേൻ യേശു കർത്താവ് ആമേൻ ഒരു ആമേൻ ഉപമ പറയുകയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ തെറ്റിപ്പോയ മകന്റെ ആമേൻ ജീവിതത്തെ കുറിച്ച്. ഹല്ലേലൂയ. ആ മകൻ തിരിഞ്ഞു വരുമ്പോൾ ആമേൻ പിതാവ് ശിക്ഷിക്കാൻ ഓടിയില്ല. ആമേൻ ഓടിയത് എന്തിനാണെന്നറിയാമോ? ആലിംഗനം ചെയ്യാനാണ്. ഹല്ലേലൂയ. അതെ, ആലിംഗനം ചെയ്യാൻ ഓടി. ആമേൻ. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഇപ്പോഴും വിളിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിന്റെ ഹൃദയം തുറക്കൂ. നിന്റെ അവസ്ഥ ഹല്ലേലൂയ എന്ത് തന്നെയായിരുന്നാലും ഹല്ലേലൂയ ആമേൻ അവനെ അംഗീകരിക്കൂ. ഹല്ലേലൂയ. നീ സമ്മതിക്കൂ. ഹല്ലേലൂയ. അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്ന മകനെ ഓടിച്ചെന്ന് ആമേൻ അതേ കുറ്റം പറയാതെ അവനെ അംഗീകരിച്ച ഒരു പിതാവ്. ഹല്ലേലൂയ. കാരണം അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുക അവൻ ഒരു വലിയ കാര്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു വലിയ ദൗത്യത്തിൽ തുടങ്ങുന്ന കാര്യമല്ല. ഒരു സത്യമായ തീരുമാനത്തിൽ തുടങ്ങുന്ന കാര്യമായി. പ്രിയ ദൈവജനമേ, ഇപ്പോൾ ഇത് ഹല്ലേലൂയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമല്ല. ആമേൻ. ഇത് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഈ പ്രസംഗം ആമേൻ കേട്ടതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു തീരുമാനത്തിലേക്ക് പരിശുദ്ധാത്മാവ്
ആമേൻ ചിലരെ ആമേൻ നയിക്കുന്ന ആമേൻ ഒരു സമയമാണ്. ഞാൻ ആത്മാവിൽ വ്യക്തമായി കാണുന്നു, ചിലർ ഏറെ കാലമായി ഒരു പോരാട്ടത്തിൽ കുടുങ്ങിയിരിക്കുന്നു. മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വീണ്ടും വീണ്ടും അതേ വിഷയത്തിനകത്ത് കുടുങ്ങിപ്പോകുന്നു, അതേ വിഷയത്തിനകത്ത് പരാജയപ്പെടുന്നു. റോമാലേഖന 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലൂടെ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുകയുണ്ടായി. വായിച്ചാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ചെയ്യേണ്ടത് ഞാൻ അറിയുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അറിഞ്ഞ് ചെയ്യുന്നതല്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഭയക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നതല്ല, ഞാൻ വെറുക്കുന്നത് തന്നെ ചെയ്യുന്നു. നാം പറയാൻ പാടില്ലാത്ത കാര്യം തന്നെ പറയുന്നു, നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ ചെയ്യുന്നു. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഇന്ന് പലരുടെയും ജീവിതമാണ്. അവൻ ചിലർ പുറത്ത് അവൻ ചിരിക്കുന്നു, അല്ലേ? പുറമെ ഭയങ്കര ചിരിയാണ്, പക്ഷെ ഉള്ളിൽ തകർന്നിരിക്കുകയാണ്. സങ്കീർത്തനം 34:18. ആമേൻ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാ, ആമേൻ, ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ആമേൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അതേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. രാത്രി കർത്താവ് ചിലരോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലൂടെ, ആമേൻ, ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിഞ്ഞു വരിക. ആമേൻ. ഇത് നിന്റെ അവസാന അവസരമല്ല, പക്ഷേ ഇത് നിർണായക നിമിഷമാണ്. ആമേൻ. വായിച്ചു. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാടാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, നീ ഈ ശബ്ദം അവഗണിക്കുമോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ പ്രതികരിക്കുമോ? ആമേൻ. ഞാൻ ആത്മാവിൽ ഒരു വിളി കേൾക്കുന്നു. ആമേൻ. ദൈവം നിന്നെ പേര് പറഞ്ഞു വിളിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആമേൻ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. നോക്കിക്കേ, ഞാൻ നിന്നെ പേർ പറഞ്ഞു വിളിച്ചു, നീ എന്റേതാണ്. ഹല്ലേലൂയ. നീ മറഞ്ഞു പോയിട്ടില്ല, നീ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആമേൻ. ദൈവത്തിന്റെ കണ്ണ് ഇപ്പോൾ നിന്നിലേക്കാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആത്മാവിൽ ആമേൻ ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേ തിരുവചനത്തിലൂടെ ആഴത്തിൽ ഇടപെടുകയാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതേ 36-ാം വാക്യം. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വചനം ആമേൻ വായിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളും കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആഴം അത് വെളിപ്പെടുകയാണ്. വായിച്ചാട്ടെ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആമേൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ആമേൻ. ബന്ധനങ്ങൾ പൊട്ടുന്നു, രഹസ്യ പാപങ്ങളുടെ ശക്തി തകരുന്നു, കുറ്റബോധങ്ങൾ ആമേൻ അതേ ഇപ്പോൾ നീങ്ങുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8:1 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് അത് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ഒരു പുതിയ തുടക്കം. അതേ പഴയത് അവസാനിക്കുന്നു, പുതിയത് ആരംഭിക്കുന്നു. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം, ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇന്ന് തിരുവെഴുത്ത് ആമേൻ ഹല്ലേലൂയ അത് സ്വീകരിക്കുന്നവരുടെ ജീവിതം മാറും. ഇന്ന് തിരിഞ്ഞു വരുന്നവരുടെ ജീവിതം മാറും. ഇന്ന് മടങ്ങി വരുന്നവരുടെ ജീവിതം മാറും. ഹല്ലേലൂയ. വർഷങ്ങളായി നിന്നെ പിടിച്ചിരുന്നതെല്ലാം ഇന്ന് രാത്രി നിന്നെ വിട്ട് പോകുവാൻ ഇടയാകും. അതേ മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാൻ വീണാലും അതേ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും. അതുകൊണ്ട് നിന്റെ വീഴ്ച നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഹല്ലേലൂയ. നിന്റെ ജീവിത യാത്രയുടെ അവസാനമല്ല. ദുഷ്ടൻ നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ട, അവൻ നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച, അത് രഹസ്യമായി നിന്നെ കൊണ്ട് പരസ്യമായി പാപം ചെയ്യിപ്പിച്ച, നിന്റെ തലമുറയെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച, ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോയ സകല മേഖലയ്ക്കകത്ത് നിന്ന് ഇന്ന് രാത്രി നിന്റെ തലമുറയെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരഭിഷേകം നിന്റെ പ്രാർത്ഥനയിലൂടെ അതേ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പന്റെ മകനെ മടക്കി കൊണ്ടുവന്ന ആ ദൈവ സാന്നിധ്യം. ആമേൻ. മാതാവേ, നിന്റെ പ്രാർത്ഥന വൃഥാവാകത്തില്ല, നിന്റെ കാത്തിരിപ്പ് വൃഥാവാകത്തില്ല, നിന്റെ ഉപവാസം വൃഥാവാകത്തില്ല. ആമേൻ. നീ ദൈവനാമത്തിന് വേണ്ടി ചിലവിട്ടത് വൃഥാവാകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുടെ ആരംഭമാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീഴ്ച നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, നിന്റെ തലമുറയുടെ അവസാനമല്ല, അത് ദൈവത്തിന്റെ കൃപയുടെ ആരംഭമാണ്. ഇന്ന് നീ തീരുമാനിക്കൂ, നീ എഴുന്നേൽക്കൂ. കാരണം ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. നിന്റെ ജീവിതം ഇപ്പോഴും ആമേൻ അതേ പൂർത്തിയായിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച ഈ കൂട്ടായ്മ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ ഈ ദൈവിക സന്ദേശം ആമേൻ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. ആമേൻ. അപ്പന്റെ ഇളയ മകൻ അപ്പന്റെ കയ്യിൽ നിന്നും അവകാശങ്ങളെ വാങ്ങി ബഹുദൂരം പോയി. ആ യാത്രയിൽ അവൻ തകർന്നു പോകുവാൻ സമ്മതിക്കാതെ ആമേൻ അവന്റെ തകർച്ചയിൽ, അവന്റെ വേദനയിൽ, അവന്റെ ഒറ്റപ്പെടൽ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെട്ടു. ആമേൻ. അവൻ സുബോധമുള്ളവനായി, അപ്പാ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപിച്ചിരിക്കുന്നു. ഒരു മാനസാന്തരത്തിലേക്ക്, ഒരു മടങ്ങി വരവിലേക്ക്, ഒരു അനുതാപത്തിലേക്ക് ദൈവം അവനെ കൂട്ടിക്കൊണ്ടുവരുവാനിടയായി. എല്ലാ കണ്ണുകളും അടച്ചാൽ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഇന്ന് രാത്രി എത്രപേർ അവിടുത്തെ ശബ്ദം കേൾക്കുവാനിടയായി. ആ സ്നേഹത്തിന്റെ വിളി ഇന്ന് രാത്രി എത്ര പേർ കേൾക്കുവാനിടയായി. ആ ഹൃദയത്തെ ആമേൻ രൂപാന്തരപ്പെടുത്തുക, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുക ആ വചനത്തിന്റെ സ്പർശനം ഹല്ലേലൂയ ചില ജീവിതങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞിരുന്ന ആദാമിനെ വിളിച്ച് ഹല്ലേലൂയ അവിടെ കേൾപ്പിച്ച പ്രവചനത്തിന്റെ നിവൃത്തി ആമേൻ തന്റെ പുത്രനിലൂടെ ആമേൻ മാനവകുലത്തിന് വെളിപ്പെടുത്തിയ സ്വർഗീയ പിതാവ് ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് ഇടപെടുകയാണ്, ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ആ രഹസ്യ പാപങ്ങൾക്കകത്ത് നിന്ന്, ദൈവത്തിൽ അകന്നുപോയ അനുഭവത്തിൽ നിന്ന് തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോട് കരുണ കാണിക്കുന്ന കരുണാമയനായ കർത്താവ് നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ചാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ ഇന്ന് രാത്രി നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അവിടുത്തെ പുത്രന്റെ രാജ്യത്തിലാക്കി രാജ്യത്തെ പുരോഗതി മാർഗമാക്കി
ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ തക്കവണ്ണം നമ്മെ അഭിഷേകം ചെയ്ത നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നവരെ ഇന്ന് രാത്രി മോചിപ്പിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കുറ്റബോധത്തിൽ കഴിയുന്നവരെ സ്വതന്ത്രമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പുത്രൻ ആമേൻ നമ്മെ സ്വതന്ത്രരാക്കിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. വീണുപോയവർ എഴുന്നേൽക്കട്ടെ, ഒരു ആത്മീയ ഉണർവ് ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. തകർന്ന ഹൃദയങ്ങൾ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ട വർഷങ്ങൾ ആമേൻ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. മോശയിലൂടെ ആ ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തന്റെ ജീവിതത്തെ, തന്റെ കുടുംബത്തെ, തന്റെ തലമുറയെ ദൈവം ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ എന്നെയും എന്റെ ജീവിത പങ്കാളിയെയും എന്റെ തലമുറയെയും ഉപയോഗിക്കണമേ എന്ന് ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിച്ചാണ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവെ കേട്ട വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന കർത്താവെ ജീവിതങ്ങളെ മാർഗോട് ചേർത്ത് അവിടുത്തെ മഹിമയ്ക്ക് വേണ്ടി, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി അഭിഷേകം ചെയ്ത ഈ തലമുറയിൽ ഉപയോഗിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അകന്നുപോയ തലമുറകളെ മടക്കിക്കൊണ്ടുവരണമേ, ജീവിത പങ്കാളികളെ മടക്കിക്കൊണ്ടുവരണമേ. കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു തലമുറയെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകളുടെ മടങ്ങി വരവിന് വേണ്ടി ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാക്കളുടെ, പിതാക്കളുടെ കണ്ണുനീരിന് മറുപടിയായി ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. കാഴ്ചപ്പാടുള്ള, ദർശനമുള്ള തലമുറയെ ആമേൻ എഴുന്നേൽപ്പിക്കണമേ. വചനം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഏദനിൽ പാപം വെളിപ്പെട്ടപ്പോൾ കേട്ട ദൈവിക ദൂത് തന്റെ പുത്രനിലൂടെ നിറവേറ്റിയതുപോലെ കർത്താവേ, ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിന്റെ നിവൃത്തി ജീവിതങ്ങളിൽ കാണുവാൻ സ്വർഗ്ഗമിടയാകട്ടെ. ശുശ്രൂഷിപ്പാൻ ശക്തീകരിച്ചതിനായി സ്തോത്രം. ജനത്തെ കൂട്ടിവരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിച്ച സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിന്റെ നാമത്തിനു വേണ്ടി വ്യത്യസ്തരായി വിവിധ നിലകളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പ്രയോജനപ്പെടുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളികളാകാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെ ഉള്ളവരിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. തെറ്റിപ്പോയ വഴിയിൽ നീ പോകല്ലേ, കണ്ണീർ മറച്ചിടുന്ന വേദനയിൽ കർത്താവിൻ ശബ്ദം കേൾക്കൂ. ദൂരെയായി പോയാലും നീ ദൈവം നിന്നെ മറക്കില്ലേ. വീണുപോയ നിമിഷങ്ങളിൽ കൈ പിടിച്ചുയർത്തുമാവൻ. ബന്ധനങ്ങൾ നിന്നെ പിടിച്ചാലും സ്നേഹം നിന്നെ വിടുതൽ നൽകും. ഇന്നു തന്നെ നീ തിരിഞ്ഞു വരെ ജീവൻ പുതുതായി ആരംഭിക്കും. നിന്റെ
കൃപയുടെ വാതിൽ തുറന്നിരിക്കും.